നമസ്കാരം. തനിഷ് PSC ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ചോദ്യപേപ്പർ കോഡ് 245/2023 ആണ്. 2023 LGS വാച്ച്മാൻ, സെക്യൂരിറ്റി ഗാർഡ് തുടങ്ങിയ തസ്തികകളിലേക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യപേപ്പറുണ്ട്. ഫൈനൽ ആൻസർ കീ ആണിത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന LGS, LDC, സ്റ്റോർ കീപ്പർ പ്രിലിംസ്, അതുപോലെ തന്നെ WPC, അതായത് വുമൺ പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്കൊക്കെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളടങ്ങിയ ചോദ്യപേപ്പറാണിത്. അതല്ലെങ്കിൽ പോലും ഏതൊരു കേരള PSC പരീക്ഷകൾക്കും ഇതിൽ നിന്നൊരു ചോദ്യം ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ളൊരു ചോദ്യപേപ്പറാണ് ഇത്. അപ്പോൾ നോക്കാം, ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ഉത്തരം ചട്ടമ്പി സ്വാമികൾ. വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ഉത്തരം ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെയാണ് വേദാധികാര നിരൂപണം എന്നുള്ളത്. അടുത്തത്, ഇന്ത്യയിൽ നിലവിലിരുന്ന ഏത് സംവിധാനത്തിന് പകരമാണ് നീതി ആയോഗ് വന്നത്? ഇന്ത്യയിൽ നിലവിലിരുന്ന ഏത് സംവിധാനത്തിന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, പ്ലാനിംഗ് കമ്മീഷൻ. പ്ലാനിംഗ് കമ്മീഷൻ. ഇന്ത്യയിൽ നിലവിലിരുന്ന ഏത് സംവിധാനത്തിന് പകരമാണ് നീതി ആയോഗ് വന്നത്? പ്ലാനിംഗ് കമ്മീഷൻ. പ്ലാനിംഗ് കമ്മീഷന് പകരമാണ് നീതി ആയോഗ് വന്നിട്ടുള്ളത്. പ്ലാനിംഗ് കമ്മീഷന് പകരമാണ് നീതി ആയോഗ് വന്നിട്ടുള്ളത്. അടുത്ത ചോദ്യം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? ഉത്തരം ബീഗം ഹസ്രത്ത് മഹൽ. ബീഗം ഹസ്രത്ത് മഹലാണ്. ബീഗം ഹസ്രത്ത് മഹലാണ് ലക്നൌവിൽ നേതൃത്വം കൊടുത്തത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? ബീഗം ഹസ്രത്ത് മഹലാണ്. ഓക്കെ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് സംഭവമാണ് റൗലറ്റ് നിയമത്തിനെതിരായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടത്? താഴെ പറയുന്നവയിൽ ഏത് സംഭവമാണ് റൗലറ്റ് നിയമത്തിനെതിരായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടത്? ഉത്തരം ഓപ്ഷൻ ഡി, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ ആ സംഭവത്തെക്കുറിച്ചിട്ടുള്ളതാണ് റൗലറ്റ് ആക്ട് വരിക. അപ്പോൾ റൗലറ്റ് ആക്റ്റും ജാലിയൻ വാലാബാഗും ഒന്ന് കണക്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി എപ്പോഴും. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല സംഭവത്തിൻ്റെ അതാണ് റൗലറ്റ് നിയമത്തിനെതിരായ പ്രതിഷേധവുമായി വന്നിട്ടുള്ളത്. ഓക്കെ, ഇത് രണ്ടും ഒന്ന് കണക്ട് ചെയ്യാം. നെക്സ്റ്റ് ചോദ്യം, അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണമായ സംഭവം ഏതാണ്? അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണമായ സംഭവം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, പ്ലേഗ് ബോണസ്. പ്ലേഗ് ബോണസ്. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണമായ സംഭവം ഏതാണ്? പ്ലേഗ് ബോണസ്. പ്ലേഗ് ബോണസ്. അടുത്ത ചോദ്യം, സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം ഏതാണ്? സഹോദരൻ അയ്യപ്പൻ സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം ഏതാണ്? സാംസ്കാരിക പ്രസ്ഥാനം. സാംസ്കാരിക പ്രസ്ഥാനം ഏതാണ്? ഉത്തരം വിദ്യാപോഷിണി. വിദ്യാപോഷിണി. സഹോദരൻ അയ്യപ്പൻ നേതൃത്വം കൊടുത്ത സാംസ്കാരിക പ്രസ്ഥാനം ഏതാണ്? സാംസ്കാരിക പ്രസ്ഥാനം ഏതായിരുന്നു? വിദ്യാപോഷിണി. സഹോദരൻ അയ്യപ്പൻ്റെയാണ് വിദ്യാപോഷിണി. സഹോദരൻ അയ്യപ്പൻ്റെയാണ് വിദ്യാപോഷിണി എന്നുള്ള പ്രസ്ഥാനം. ഓക്കെ, വിദ്യാപോഷിണി, സഹോദരൻ അയ്യപ്പൻ. അടുത്ത ചോദ്യം, കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? ഉത്തരം നമുക്ക് ഓപ്ഷൻ എ 140 എണ്ണം. 140 ഉത്തരമുള്ളത്. 140. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യ സമരകാലത്തെ മലയാള പത്രം സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ ആരാണ്? സ്വാതന്ത്ര്യ സമരകാലത്തെ മലയാള പത്രം സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ ആരാണ്? സിമ്പിളായി പറഞ്ഞാൽ സ്വദേശാഭിമാനിയുടെ ആദ്യത്തെ പത്രാധിപർ ആരാണ്? ഉത്തരം CP ഗോവിന്ദപിള്ള. ഉത്തരം CP ഗോവിന്ദപിള്ള. ഉത്തരം CP ഗോവിന്ദപിള്ള. CP ഗോവിന്ദപിള്ളയാണ് സ്വദേശാഭിമാനിയുടെ ആദ്യത്തെ പത്രാധിപർ. CP ഗോവിന്ദപിള്ളയാണ് സ്വദേശാഭിമാനിയുടെ ആദ്യത്തെ പത്രാധിപർ. CP ഗോവിന്ദപിള്ളയാണ് സ്വദേശാഭിമാനിയുടെ ആദ്യത്തെ പത്രാധിപർ. സ്വാതന്ത്ര്യ സമരകാലത്തെ മലയാള പത്രമായ സ്വദേശാഭിമാനിയുടെ ആദ്യത്തെ പത്രാധിപർ ആരായിരുന്നു? CP ഗോവിന്ദപിള്ളയാണ്.
അടുത്ത ക്വസ്റ്റ്യൻ, മാറുമറയ്ക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രക്ഷോഭം ഏതാണ്? മാറുമറയ്ക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രക്ഷോഭം ഏതായിരുന്നു? ഉത്തരം ചാനാർ ലഹള. ചാനാർ ലഹള. മാറുമറയ്ക്കൽ സമരമല്ല എന്തെന്ന് പറയാം? ചാനാർ ലഹള എന്ന് പറയാം. മാറുമറയ്ക്കൽ സമരം അല്ലെങ്കിൽ എന്ത് പറയാം? ചാനാർ ലഹള എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ ആരാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത്? താഴെ പറയുന്നവരിൽ ആരാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത്? ഉത്തരം തലയ്ക്കൽ ചന്തു. തലയ്ക്കൽ ചന്തു. തലയ്ക്കൽ ചന്തുവാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത്. തലയ്ക്കൽ ചന്തു. തലയ്ക്കൽ ചന്തു. പഴശ്ശിരാജ സിനിമയൊക്കെ കണ്ടപ്പോൾ ഓർക്കാൻ പറ്റും. തലയ്ക്കൽ ചന്തുവാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത്. അടുത്തത്, വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസമുണ്ടായാൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസത്തിനും കൊടുക്കേണ്ട പിഴ എത്രയാണ്? വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസം ഉണ്ടായാൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസവും ഒടുക്കേണ്ട പിഴ എത്രയാണ്? ഉത്തരം 250 രൂപ. 250 രൂപയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രകടനത്തിൽ ഉണ്ടായ ലാത്തി ചാർജിൽ പരിക്കേറ്റത് തുടർന്ന് മരണമടഞ്ഞ ദേശസ്നേഹി ആരാണ്? സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രകടനത്തിൽ ഉണ്ടായ ലാത്തി ചാർജിൽ പരിക്കേറ്റ് തുടർന്നിട്ട് മരണമടഞ്ഞ ദേശസ്നേഹി ആരായിരുന്നു? ഉത്തരം ലാല ലജ്പത് റോയിയാണ്. ലാല ലജ്പത് റോയിയാണ് ലാത്തി ചാർജിൽ പരിക്കേറ്റതിന് ശേഷം മരിച്ചത്. ലാല ലജ്പത് റോയിയാണ് ലാത്തി ചാർജിൽ പരിക്കേറ്റതിന് ശേഷം മരിച്ച ദേശസ്നേഹി ലാല ലജ്പത് റോയിയാണ്. ഓക്കെ, എപ്പോഴാണ്? സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രകടനത്തിലാണ്. ഓക്കെ, സൈമൺ കമ്മീഷന് ശേഷമാണ് ആര് മരിക്കുന്നത്? ലാല ലജ്പത് റോയ് മരിക്കുന്നത് ലാത്തി ചാർജിലൂടെയാണെന്നും കൂടി ഓർത്തു വയ്ക്കാം. ഓക്കെ, താഴെ പറയുന്നവരിൽ ആരെയാണ് ഇംപീച്ച്മെൻ്റ് എന്ന പ്രക്രിയയിലൂടെ അധികാര സ്ഥാനത്തു നിന്നും പുറത്താക്കാൻ കഴിയുന്നത്? താഴെ പറയുന്നവരിൽ ആരെയാണ് ഇംപീച്ച്മെൻ്റ് എന്ന പ്രക്രിയയിലൂടെ അധികാര സ്ഥാനത്തു നിന്നും പുറത്താക്കാൻ കഴിയുക? ഉത്തരം രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയെയാണ് ഇംപീച്ച്മെൻറ്റിലൂടെ പുറത്താക്കാൻ കഴിയുക. രാഷ്ട്രപതിയെയാണ് ഇംപീച്ച്മെൻറ്റിലൂടെ പുറത്താക്കാൻ കഴിയുക. അപ്പോൾ ഇംപീച്ച്മെൻറ്റിൽ പുറത്താക്കാൻ കഴിയുന്നത് രാഷ്ട്രപതിയാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇംപീച്ച്മെൻറ്റ് രാഷ്ട്രപതിക്ക് മാത്രമുള്ളതാണെന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ്, ഭഗത് സിംഗ് സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ്? ഭഗത് സിംഗ് സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ്? നഗരം ഏതാണ്? ലാഹോർ ആണ്. ലാഹോർ നഗരം ലാഹോറിലാണ്. ഭഗത് സിംഗ് ചൗക്ക് ഉള്ളത് ലാഹോറിലാണ്. ഭഗത് സിംഗ് ചൗക്ക് ഉള്ളത് ലാഹോറിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഉത്തരം ഏതാണ്? ഉത്തരം 86. ഓക്കെ, 86. പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശം മാറിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്? 86. ഓക്കെ, 86. അടുത്ത ക്വസ്റ്റ്യൻ, താഷ്കന്റ് പ്രഖ്യാപനം ഒപ്പുവെച്ചത് എന്തിനു വേണ്ടിയാണ്? താഷ്കന്റ് പ്രഖ്യാപനം ഒപ്പുവെച്ചത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിന്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് താഷ്കന്റ് പ്രഖ്യാപനം ഒപ്പുവെച്ചത്. താഷ്കന്റ് പ്രഖ്യാപനം, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കാൻ. താഷ്കന്റ് പ്രഖ്യാപനം നോക്കുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കാൻ, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമാണ്. താഷ്കന്റ് പ്രഖ്യാപനം വന്നു. താഷ്കന്റ് ഇന്ത്യ പാക്കി. താഷ്കന്റ് ഇന്ത്യ പാക്കി എന്ന് ഓർത്തു വെക്കാം. നെക്സ്റ്റ്, 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ഏതെല്ലാം കാര്യങ്ങളാണ് ശരിയായിട്ടുള്ളത്? ഒന്നാമത്തത്, ഉദാരവൽക്കരണ നയം വ്യവസായ ലൈസൻസിങ് ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്ക് ഒഴിവാക്കി. 2, സ്വകാര്യവൽക്കരണ നയം ഗവൺമെൻറ് ഉടമസ്ഥത സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതാണ്. അടുത്തത്, ആഗോളവൽക്കരണ നയം താരിഫ് ഉയർത്തുന്നതിനും ക്വാട്ട കുറയ്ക്കുന്നതിനും ശരിയാണ്. ഇതിൽ ശരിയായത് ഏതൊക്കെ എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ശരിയാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ശരി. ഒന്നുകൂടി വായിക്കേണ്ടതല്ലോ. 1991
ഇന്ത്യയിൽ സാമ്പത്തിക പരിഷ്കാരം നടപ്പിലാക്കിയെന്നുകൂടി അതൊരു ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം ഏതൊക്കെയാണ്? ശരി പ്രസ്താവന ഏതൊക്കെയാണ്? ഒന്ന്, ഉദാരവൽക്കരണം, വ്യവസായ ലൈസൻസിങ് ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും ഒഴിവാക്കിക്കൊടുത്തു. 2, സ്വകാര്യവൽക്കരണം, ഗവൺമെൻറ് ഉടമസ്ഥത സ്വകാര്യ മേഖല കൈമാറുന്നതാണ്. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം ഓർത്ത് വെച്ചേക്കുക. ഓക്കെ. അടുത്തത്, കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ്? ഇവിടെ ഓപ്ഷനിനകത്ത് എ, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ, സാങ്കേതിക വിദ്യാഭ്യാസത്തിനുള്ള അഖിലേന്ത്യാ കൗൺസിൽ, വിദ്യാഭ്യാസ ഗവേഷണത്തിനും പരിശീലനത്തിനുള്ള സമിതി, മെഡിക്കൽ ഗവേഷണത്തിനുള്ള ഇന്ത്യൻ കൗൺസിൽ. ഇതിൽ കൂട്ടത്തിൽ ചേരാത്തത് ആരാണ്? ഇവിടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ചേരാത്ത ആൾ, അല്ലേ? ഓപ്ഷൻ ഡി ആണ് ചേരാത്ത ആൾ. മെഡിക്കൽ ഗവേഷണത്തിനുള്ള ഇന്ത്യൻ കൗൺസിലാണ് ചേരാത്ത പാർട്ടി. അടുത്തത്, ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഏതാണ്? ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഏതാണ്? ഏത് ബാങ്കാണ്? ദേശീയ ഗ്രാമീണ വികസന ബാങ്ക്, നബാർഡ്. ഓക്കെ, ഗ്രാമീണ മേഖല, നബാർഡ്. ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഏതാണ്? ദേശീയ ഗ്രാമീണ വികസന ബാങ്ക്, നബാർഡ്. ദേശീയ ഗ്രാമീണ വികസന ബാങ്ക്, നബാർഡ്. നെക്സ്റ്റ് ചോദ്യം, ഏത് സംവിധാനത്തിൻ്റെ പിൻഗാമിയാണ് 1995 ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്? ഏത് സംവിധാനത്തിൻ്റെ പിൻഗാമിയായാണ് 1995 ലോക വ്യാപാര സംഘടന നിലവിൽ വന്നിട്ടുള്ളത്? ഓക്കെ, ലോക വ്യാപാര സംഘടന WTO, അല്ലെ? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, WTO ആണ്. അതിന് പകരം വന്നത്, അതിന് മുൻപുള്ള സംഭവമാണ് ചോദിച്ചേക്കുന്നത്. ഉത്തരം നമുക്ക് എന്താണ് പറയുന്നത്? ഉത്തരം ഏതാണ്? ഗാട്ടാണ്. ഇതിപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, അല്ലേ? ഇപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണിത്. ഇപ്പോഴും ഈ കറൻ്റ്ലി 26 ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അതായത് ഈ ചോദ്യമല്ല, പക്ഷേ ഇതിൻ്റെ ഉത്തരം 95 അല്ലേ ലോക വ്യാപാര സംഘടനയാണ്. മുമ്പുള്ള ഏതാണ്? ഗാട്ടാണ്. അപ്പോൾ ഗാട്ട് കഴിഞ്ഞാണ് അത് WTO വന്നേക്കുന്നത്. വർഷവും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 3 ഫാക്റ്റും, ഈ ഗാട്ട്, WTO, വർഷം, ഇത് 3 ഫാക്റ്റും പഠിച്ചു വെക്കണം. മാറി 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 തിരിഞ്ഞുമായിരിക്കും ചോദ്യം ചോദിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ എപ്പോഴും എന്താണ്, ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കില്ല ചോദിക്കുക. പിന്നെ പകരം ആ ക്വസ്റ്റ്യൻ അകത്തുനിന്നവർ മറിച്ച് തിരിച്ചു വിട്ട് ചോദിക്കും, അല്ലേ? അപ്പോൾ ഗാട്ട് കഴിഞ്ഞ്, ഗാട്ട് മുൻഗാമി, അത് കഴിഞ്ഞ് വന്ന പിൻഗാമിയാണ് ആര്? WTO, അല്ലേ? വർഷം ഏതാണ് വന്നേക്കുന്നത്? 1995 ആണ്. 95 എന്നുള്ള വർഷം കൂടി ഓർത്ത് വെച്ചേക്കും. അപ്പോൾ 3 ഫാക്റ്റ് ഒരുമിച്ച് പഠിക്കുമ്പോൾ തിരിഞ്ഞ് ചോദിച്ചാലും മാറിപ്പോകില്ല. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരായിരുന്നു? അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരായിരുന്നു? ആൻസർ ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ കയറ്റുമതി കൂടുതലും ഏത് രാജ്യത്തേക്കാണ്? ഇന്ത്യയുടെ കയറ്റുമതി കൂടുതലും ഏത് രാജ്യത്തേക്കാണ്? ഉത്തരം അമേരിക്കയാണ്. ഉത്തരം അമേരിക്ക. ഇന്ത്യയുടെ കയറ്റുമതി എങ്ങോട്ട് കൂടുതലാണ്? അമേരിക്ക. ഇന്ത്യയുടെ കയറ്റുമതി കൂടുതലും അമേരിക്കയിലേക്കാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ധാരാതിലെ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ഇന്ത്യയുടെ ധാരാതിലെ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താ പറയാം? ഉത്തരം ഡെറാഡൂൺ. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ ആണ്. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ ആണ്. ഇന്ത്യയുടെ ധാരാതിലെ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂൺ. നെക്സ്റ്റ് ചോദ്യം, പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വനങ്ങൾ ഏതാണ്? ബോൺസായി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വനങ്ങൾ ഏതാണ്? ഉത്തരം ഏതാണ്? പർവ്വത മിതശീതോഷ്ണ ചോലവനങ്ങൾ. പർവ്വത മിതശീതോഷ്ണ ചോലവനങ്ങളാണ് ബോൺസായി. പർവ്വത മിതശീതോഷ്ണ ചോലവനങ്ങളാണ് ബോൺസായി എന്ന് വിശേഷിപ്പിക്കുന്ന വനങ്ങൾ. പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിക്കപ്പെടുന്ന വനങ്ങൾ ഏതാണ്? പർവ്വത മിതശീതോഷ്ണ ചോലവനങ്ങൾ ആകുന്നു ഉത്തരം. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ഒരു സസ്യത്തിൻ്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയോദ്യാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി ഒരു സസ്യത്തിൻ്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയോദ്യാനം ഏതാണ്? ഉത്തരം കുറിഞ്ഞിമല. 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 നെക്സ്റ്റ്, ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം ഏതാണ്? ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം ഏതാണ്? മേടം 1. മേടം 1 നാണ്യവിളയായ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? നാണ്യവിളയായ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. ലാറ്ററൈറ്റ് മണ്ണാണ്. നാണ്യവിളയായ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണ്. നെക്സ്റ്റ് ചോദ്യം, കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന നഗരം ഏതാണ്? കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ഏതാണ്?
കോട്ടോണോപോളിസ് ഏതാണ്? ഉത്തരം മുംബൈ ആണ്. കോട്ടോണോപോളിസ് മുംബൈ. കോട്ടോണോപോളിസ് മുംബൈ എപ്പോഴൊക്കെ ചോദിക്കാറുണ്ട്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഇടത്തരം നദികളിൽ പെടാത്തതാരാണ്? കേരളത്തിലെ ഇടത്തരം നദികളിൽ പെടാത്തതാരാണ്? ഉത്തരം കല്ലടയാറാണ്. കല്ലടയാർ. ഓക്കെ, കല്ലടയാറാണ്. കല്ലടയാറാണ്. നെക്സ്റ്റ്, മലനാടില്ലാത്ത ജില്ല ഏതാണ്? പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ, മലപ്പുറം. ഇവയിൽ മലനാട് ഇല്ലാത്ത ജില്ല ഏതാണ്? ഉത്തരം ആലപ്പുഴയാണ്. ഉത്തരം ആലപ്പുഴയാണ്. നെക്സ്റ്റ്, പമ്പാ നദിയുടെ വൃഷ്ടിപ്രദേശം. പമ്പ നദിയുടെ വൃഷ്ടിപ്രദേശം എത്രയാണ് അവിടെ അല്ലേ? മഴ വന്ന് വീഴുന്ന സ്ഥലം. വൃഷ്ടിപ്രദേശം എത്രയുണ്ട്? ഉത്തരം 2235 ചതുരശ്ര കിലോമീറ്റർ. 2235 ചതുരശ്ര കിലോമീറ്ററാണ് പമ്പയുടെ വൃഷ്ടിപ്രദേശം, മഴ വന്ന് പതിക്കുന്ന സ്ഥലം. നെക്സ്റ്റ്, പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NH 544. NH 544 പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത. പാലക്കാട് കടന്നു പോകുന്നത് പാലക്കാട് ചുരം 544. NH 544. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, അഫ്ഗാനിസ്ഥാൻ. ഓപ്ഷൻ സി, അഫ്ഗാനിസ്ഥാൻ. ഓക്കെ, ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാൻ. ഓക്കെ, അഫ്ഗാനിസ്ഥാൻ. നെക്സ്റ്റ് ചോദ്യം, ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോടുകൂടിയ ശക്തമായ മഴ ഏതാണ്? ഇടിയോടുകൂടിയ ശക്തമായ മഴ ഏതാണ്? ഉത്തരം കാൽ ബൈശാഖി അല്ലേ? കാലഭൈരവൻ്റെ ലാസ്റ്റിലെ ഇടി വരുമ്പോഴേ ഡ്രമ്മിലിട്ട് ഇടിക്കുമ്പോഴാണ് ആ ഫോട്ടോ തെളിഞ്ഞു വരിക. കാലഭൈരവൻ്റെ സിനിമ, അല്ലു അർജുൻ്റെ. അപ്പോൾ അതുപോലെ തന്നെ ഇടിയോടുകൂടിയ ശക്തമായ മഴ ഏതാണ്? കാൽ ബൈശാഖി. ഇടിയോടുകൂടി ശക്തമായ മഴയാണ് കാൽ ബൈശാഖി. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോടുകൂടിയ ശക്തമായ മഴ ഏതാണ്? കാൽ ബൈശാഖി. ഓക്കെ, നെക്സ്റ്റ്, ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം. ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ഏതാണ്? ഓക്കെ, ഉത്തരം ഏതാണ്? ഉത്തര കേരളം. ആൻസർ ഏതാ വരിക? ഓപ്ഷൻ സി, പൂക്കോട് തടാകം. ഓക്കെ, ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകമാണ് പൂക്കോട് തടാകം. നെക്സ്റ്റ്, മുംബൈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ വെച്ച് ഈയിടെ മരണപ്പെട്ട സിംഹം. ഓക്കെ, ഈയിടെ 23 ആയിരുന്നു ഇത്. ഈയിടെ മരണപ്പെട്ട സിംഹം എന്ന് ചോദിച്ചു ഉത്തരവില്ല, അന്നത്തെ കറണ്ട് അഫെയർ. ഓക്കെ, ഇവിടെ നമുക്ക് ആ മരണപ്പെട്ട അല്ലെങ്കിൽ മുംബൈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ മരണപ്പെട്ട സിംഹം ഏതായിരുന്നു? എൻ്റെ പേര് ജസ്പ അതില്ലേ? മരണപ്പെട്ട സിംഹം ജസ്പ എന്നായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി നമുക്കറിയാം. ഫിഷറീസ് ആരായിരുന്നു പിന്നീട് വന്നത്? നമ്മുടെ ചെങ്ങന്നൂരുള്ള മറന്നു, വി അബ്ദുറഹ്മാൻ അല്ലേ? അബ്ദുറഹ്മാൻ. അപ്പോൾ അതിനകത്ത് നമുക്ക് സജി ചെറിയാനായിരുന്നു അല്ലേ? സജി ചെറിയാൻ്റെ ഒരു ഇതും ഉണ്ടായിരുന്നു അവിടെ. ഇപ്പോൾ അബ്ദുറഹ്മാൻ. ഓക്കെ, സജി ചെറിയാൻ എന്ന് പറയുമ്പോൾ സാംസ്കാരിക വകുപ്പും ഫിഷറീസും കൂടെ കൈകാര്യം ചെയ്യുമായിരുന്നു അല്ലേ? ഓക്കെ, കമൻറ്റ് ഇട്ടേക്കാം. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത്? ഉത്തരം ഓപ്ഷൻ എ, ഗോദാവരി. ഉത്തരം ഗോദാവരിയാണ്. ഇനിയിപ്പോൾ മന്ത്രിമാരുടെ കാര്യത്തിലൊരു തീരുമാനമാകും. പുതിയ മന്ത്രിമാരെ നമ്മൾ പഠിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതിലൊരു കാര്യമില്ല. പുതിയ മന്ത്രിമാരെ ഇപ്പോൾ മന്ത്രിസഭ അങ്ങോട്ട് വരുന്നുണ്ട്. പുതിയ മന്ത്രിമാരൊക്കെ ആവും. നമ്മൾ മൊത്തത്തിൽ കുത്തിരുന്ന് പഠിക്കണം. ഒരു ചേഞ്ച് എപ്പോഴും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻസ്, തീരപ്രദേശം കേരളത്തിൻ്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ്? തീരപ്രദേശം കേരളത്തിൻ്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ്? ഉത്തരം ഓപ്ഷൻ ബി, 12%. നെക്സ്റ്റ് ഈ ചോദ്യം, ഉപദ്വീപ് നദികളിൽ ഏറ്റവും നീളം കൂടിയതാരാണ്? ഗോദാവരി. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കാം. ഉപദ്വീപ് നദികളിൽ ഏറ്റവും നീളം കൂടിയതാരാണ്? ഗോദാവരി നദി. നെക്സ്റ്റ്, ചണം ഉൽപ്പാദനത്തിൽ ലോകത്ത് 2ാം സ്ഥാനമുള്ള രാജ്യം ഏതാണ്? ഉത്തരം ഇന്ത്യക്കാണ്. ചണം ഉൽപ്പാദനം 2ാം സ്ഥാനം. ഇന്ത്യക്കാണ് ചണം ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനം കിട്ടിയിരിക്കുന്നത്. ഇന്ത്യക്ക് ചണത്തിൽ 2ആണ്. ഓക്കെ, മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന ട്രോഫി ഏതാണ്? ഉത്തരം സ്വരാജ് ട്രോഫി. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ പ്രസ്താവന ഏതാണ്? പ്രസ്താവന 1,
സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ചത് 1948 ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് ജവഹർലാൽ നെഹ്റു ആണ്. ആസൂത്രണ കമ്മീഷൻ 1950 ഓഗസ്റ്റ് 15 നിലവിൽ വന്നു. എൻ റോയി ആവിഷ്കരിച്ച പദ്ധതിയാണ് ജനകീയ പദ്ധതി. ഇതിൽ നിന്ന് ശരിയായത് മാത്രം കണ്ടെത്തി എഴുതുക നമ്മുടെ ജോലി. ഉത്തരം ഏതാണ്? ഉത്തരം 1ഉം 4ഉം ശരി. ഓപ്ഷൻ ഡി നമ്മുടെ ഉത്തരം. 1ഉം 4ഉമാണ് ശരി. 1ഉം 4ഉം നമ്മുടെ ശരി പ്രസ്താവനയാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിക്കപ്പെട്ടത് വ്യവസായിക നയം രൂപീകരിച്ചത് 1948 നെക്സ്റ്റ് എൻ റോയി ആവിഷ്കരിച്ച പദ്ധതിയാണ് ജനകീയ പദ്ധതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന പദ്ധതികളിൽ പഞ്ചവത്സര പദ്ധതികളിൽ ഉചിതമായത് ഏതാണ്? പ്രസ്താവന നോക്കാം. 5ാം പഞ്ചവത്സര പദ്ധതി 1974-79 കാലയളവിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പ്രാധാന്യം കൊടുത്തു. 7ാം പഞ്ചവത്സര പദ്ധതി 1985-90 കാലയളവിൽ ആധുനികവൽക്കരണം തൊഴിലവസരങ്ങളുടെ വർധനവിന് പ്രാധാന്യം കൊടുത്തു. 10ാം പഞ്ചവത്സര പദ്ധതി 2002-2007 കാലയളവിൽ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക ആയിരുന്നു ലക്ഷ്യം. 12ാം പഞ്ചവത്സര പദ്ധതി 2012-2017 കാലയളവിൽ മാനവശേഷി വികസനത്തിന് ഊന്നൽ കൊടുത്തു. ഇതിൽ ഉചിതമായത് എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? ഏതൊക്കെ ഉചിതമാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം 3ഉം ശരിയാണ്. 1ഉം 2ഉം 3ഉം ശരിയാണ്. ഓക്കെ, നോക്കിക്കൊള്ളുക. 1ഉം 2ഉം 3ഉം ശരിയാണ്. 5 ശരിയാണ്. 7 ശരിയാണ്. 10ഉം ശരിയാണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ലിക്വിഡ് പാർട്ടി എന്ന ഏത് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടി? ലിക്വിഡ് പാർട്ടി ഏതാണ്? ലിക്വിഡ് പാർട്ടി ഇസ്രയേലാണ്. ലിക്വിഡ് പാർട്ടി ഇസ്രയേലാണ്. നെക്സ്റ്റ് വൺ. പ്രഭുസഭ എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തെ സഭയാണ്? പ്രഭുസഭ ഓക്കെ, പ്രഭുസഭ എന്നറിയപ്പെടുന്ന ഏത് രാജ്യത്തെ സഭയാണ്? പ്രഭുസഭ ആരാണ്? ആൻസർ ഓപ്ഷൻ സി ഇംഗ്ലണ്ടാണ്. പ്രഭുസഭ ഇംഗ്ലണ്ടാണ്. ഓക്കെ, ഇംഗ്ലണ്ട്. പ്രഭുക്കന്മാർ. പ്രഭുസഭ ഇംഗ്ലണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് അവരുടെ അംഗങ്ങളെക്കുറിച്ചാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് ഒരു ചെയർപേഴ്സൺ, 5 മുഴുവൻ സമയ അംഗങ്ങൾ, 7 ഡീംഡ് അംഗങ്ങൾ എന്നിവയാണ്. ഒരു ചെയർപേഴ്സൺ, 5 മുഴുവൻ സമയ അംഗങ്ങൾ, 7 ഡീംഡ് അംഗങ്ങളാണ്. ഒരു ചെയർപേഴ്സൺ, 5 മുഴുവൻ സമയ അംഗങ്ങൾ, 7 ഡീംഡ് അംഗങ്ങൾ ചേർന്നിട്ടുള്ളതാണെന്ത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുക. ഒരു ചെയർപേഴ്സൺ, 5 മുഴുവൻ സമയ അംഗങ്ങൾ, 7 ഡീംഡ് അംഗങ്ങൾ ചേർന്നാണെന്ത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. 6+7D. ഓക്കെ, അടുത്തത് ആരുടെ നോവലാണ് വല്ലി? ഉത്തരം ഷീല ടോമിയുടെ വല്ലി. നെക്സ്റ്റ് 68ാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളി വിജയി ആരാണ്? അതാരായിരുന്നു? ഇവിടെ ഒരു ഉത്തരവൊന്നുമില്ല. ഇതൊന്നുമല്ല എന്നുള്ള ഉത്തരം നമുക്ക് എഴുതി വയ്ക്കാൻ പറ്റും. ഓപ്ഷൻ ഡി ആ ഉത്തരം കേട്ടോ. ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ്. പോലീസ് സേനയിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം. പോലീസ് സേനയിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? അത് കർണാടക സംസ്ഥാനമാണ്. സംസ്ഥാനം. ഓക്കെ, കർണാടകയാണ്. നമ്മൾ സിമ്പിൾ ലോജിക്കായിട്ടൊന്ന് ആലോചിച്ച് കൊടുത്താൽ ഏറ്റവും കൂടുതൽ വരുന്ന നമ്പേഴ്സ് ഓർത്താൽ കിട്ടും. കർണാടക. ഓക്കെ, നെക്സ്റ്റ്. ശരിയായത് കണ്ടെത്തുക. ജിമ്മി ജോർജ് വോളിബോൾ, പ്രിയ ശ്രീധരൻ നീന്തൽ, ബോബി അലോഷ്യസ് ഹൈ ജമ്പ്, ചിത്ര കെ സോമൻ അത്ലറ്റ്. ശരിയായ ഉത്തരങ്ങൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം 4ഉം ശരിയാണ്. 1ഉം 3ഉം 4ഉം ശരിയാണ്. 1ഉം 3ഉം 4ഉം ശരിയാണ്. ജിമ്മി ജോർജ് വോളിബോൾ, ബോബി അലോഷ്യസ് ഹൈ ജമ്പ്, ചിത്ര കെ സോമൻ അത്ലറ്റ്. ഒന്നുകൂടി. ജിമ്മി ജോർജ് വോളിബോൾ, ബോബി അലോഷ്യസ് ഹൈ ജമ്പ്, ചിത്ര കെ സോമൻ അത്ലറ്റ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ചോദ്യങ്ങൾ. കപടബലത്തിൽ ഉൾപ്പെടാത്ത ബലം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി മാങ്ങയാണ്. ഓക്കെ, ഒരു ആഹാര ശൃംഖലയിൽ ആദ്യ ഉപഭോക്താവ് ആവാൻ കഴിയാത്ത ജീവിവർഗം ഏതാണ്? ആൻസർ ഏതാണ്? ഉത്തരം മാംസഭുക്കാണ്. ക്ലിയറായി? ഒരു ആഹാര ശൃംഖലയിൽ ആദ്യത്തെ ഉപഭോക്താവ് ആവാൻ കഴിയാത്ത ജീവിവർഗം ആരാണ്? ആദ്യം കഴിക്കുന്ന ആൾ ആവാത്ത ജീവിവർഗമാണ് മാംസഭുക്ക് അല്ലേ? അപ്പോൾ നമ്മുടെ ആഹാര ശൃംഖല എന്ന് പറയുമ്പോൾ ആദ്യം ആര് വരിക? ആഹാര ശൃംഖലയ്ക്കകത്ത് ആദ്യം വരേണ്ടത് ഉൽപ്പാദകർ വരണം. ഓക്കെ, സിമ്പിളായി ഒന്ന് വേഗം പറയാം. ഉൽപ്പാദകർ വരണം. നെക്സ്റ്റ് ഉപഭോക്താക്കൾ വരണം. നെക്സ്റ്റ് പിന്നെ ആരെ വരിക? വിഘാടകരാണ്. ഓക്കെ, വിഘാടകർ എന്ന് പറയും. അപ്പോൾ ഉൽപ്പാദകർ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ആഹാരം പാചകം ചെയ്ത് എപ്പോഴും ആര് തന്നെയാണ്? ആഹാരം ഉണ്ടാക്കുന്ന ആൾ. പ്രൈമറി വീട്ടിലുണ്ടാക്കുന്നതല്ല അല്ലേ? പൊതുവേ അല്ലെ നമ്മുടെ ലോകത്ത്, നമ്മുടെ ഭൂമിയിൽ അതാരാണെന്ന് പറയാം? നമ്മുടെ ഹരിതസസ്യങ്ങൾ അല്ലെ? പച്ച നിറമുള്ള സസ്യങ്ങളാണ്, ഹരിതസസ്യങ്ങളാണ് അല്ലേ? അവർ മാത്രമാണ് എന്താ? ഉൽപ്പാദകർ.
ഹരിതകമുള്ള ആൾക്കാർ മാത്രം, ഇല്ലേ, അത് പച്ച നിറമുള്ള വർണ്ണമുള്ളവർ മാത്രം. ഇത്തിരി പറഞ്ഞു വേണ്ട. അപ്പോൾ ഉൽപ്പാദകർ എപ്പോഴും ആരാണ്? സസ്യങ്ങളാണ്. ആ സസ്യങ്ങളെ കഴിക്കുന്ന എപ്പോഴും ആരാണ്? സസ്യബുക്കുകളാണ്, മാംസബുക്കല്ല, അല്ലേ. സസ്യങ്ങളെ കഴിക്കുന്ന എപ്പോഴാണ്? സസ്യബുക്ക്, നമ്മുടെ ആന, അല്ലേ, പശു സസ്യബുക്കാണ്. അവർ തന്നെയാണ് ആര്? ആദ്യത്തെ ഉപഭോക്താക്കൾ എന്ന് വരിക, ആദ്യം കഴിക്കുന്നത്. അവരെ കഴിക്കുന്നവരാണ് ശരിക്കും എന്ത്? മാംസബുക്കളായിട്ട് വരിക. അപ്പോൾ രണ്ടാമത്തെ പ്രാഥമികം, ദ്വിതീയം, തൃതീയം എന്നൊക്കെ അങ്ങനെ നമ്മുടെ ഉപഭോക്താക്കൾ വരും. പ്രാഥമിക ഉപഭോക്താക്കൾ, ദ്വിതീയ ഉപഭോക്താക്കൾ, തൃതീയ ഉപഭോക്താക്കൾ എന്ന് വരും. അപ്പോൾ 3 കാറ്റഗറി. അപ്പോൾ അതിൽ ആദ്യം വരുന്ന ആരാണ്? നമ്മുടെ സസ്യങ്ങളാണ്, സസ്യബുക്കുകൾ. അതായത് ഉൽപ്പാദകരെ കഴിക്കുന്ന ശരിക്കും ആരാണ്? എപ്പോഴും ഉപഭോക്താക്കളാണ്. അവരിൽ ആരാണ്? സസ്യബുക്കാണ് ആദ്യം വരിക, അല്ലേ. സസ്യബുക്ക് ആദ്യം വരുന്ന മിശ്രബുക്ക്, മിശ്രം 2 കൂടി ഉള്ളത് മാംസബുക്കുകൾ. ഓക്കെ. അപ്പോൾ അതാണ് ചോദിച്ച ഉത്തരം വന്നിരിക്കുന്നത്. ഇവിടെ ആഹാര ശൃംഖലയിൽ ആദ്യത്തെ ഉപഭോക്താവ് ആവാൻ കഴിയാത്ത ജീവവർഗം ആരാണ്? മാംസബുക്കുകളാണ് വരാത്തില്ലേ. ഒരു സസ്യബുക്കിനാകാം, മിശ്രബുക്കിനാകാം, വിഘാടകർക്കും ആവാം, അല്ലേ. കാരണം സസ്യങ്ങൾ അത് ജീർണിച്ച് പോയ വിഘാടകരും കഴിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ തന്നെ. നെക്സ്റ്റ് ചോദ്യം, ഭക്ഷണത്തിലൂടെ അല്ലാതെ മനുഷ്യന് ലഭിക്കുന്ന ജീവകം ഏതാണ്? ഭക്ഷണത്തിലൂടെ അല്ലാതെ മനുഷ്യന് ലഭിക്കുന്ന ജീവകം ഏതാണ്? ജീവകം ബി, ജീവകം സി, ജീവകം എ, ജീവകം ഡി. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി, ജീവകം ഡി, അല്ലേ. ജീവകം ഡി ഏതാണ്? സൺഷൈൻ വൈറ്റമിൻ ആണ്, അല്ലേ. സൂര്യപ്രകാശം ലഭിക്കുന്ന വിറ്റമിനാണ് ജീവകം ഡി. നെക്സ്റ്റ്, മനുഷ്യരിൽ അവസാനം മുളച്ചു വരുന്ന പല്ല് ഏതാണ്? അവസാനം മുളച്ചു വരുന്ന പല്ല് ഏതാണ്? ഉത്തരം ഏതാണ്? ചർവണകം, 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 അല്ലേ. നമ്മുടെ അകത്തെ പല്ലുകൾ, ചർവണകം. നെക്സ്റ്റ്, വംശനാശ ഭീഷണി നേരിട്ട നീലഗിരി താർ സംരക്ഷിക്കപ്പെട്ട നാഷണൽ പാർക്ക്. നീലഗിരി താർ സംരക്ഷിക്കപ്പെട്ട നാഷണൽ പാർക്ക് ഏതാണ്? ആൻസർ ഇരവികുളം. ഇരവികുളമാണ് നീലഗിരി താർ, ഇരവികുളം. നീലഗിരി താർ, ഇരവികുളം. താഴെ കൊടുത്ത ജീവകങ്ങളിൽ ബി കോംപ്ലക്സ് ഗ്രൂപ്പിൽ പെടാത്ത ജീവകം. ബി കോംപ്ലക്സ് ഗ്രൂപ്പിൽ പെടാത്ത ജീവകം ഏതാണ്? ഉത്തരം ഏതാണ്? ടോക്കോഫറോൾ. ടോക്കോഫറോൾ ആരാണ്? നമ്മുടെ വൈറ്റമിൻ ഇ ആണെന്ത്? ടോക്കോഫറോൾ എന്ന് പറയും, അല്ലേ. തയാമിൻ B1 ആണ്, റൈബോഫ്ലോവിൻ B2 ആണ്, അല്ലേ. ഇത് B3, B4. B1, B2 ഒക്കെയാണിത്. ബി കോംപ്ലക്സ് B1 മുതൽ B12 വരെ എന്തുണ്ട്? ബി കോംപ്ലക്സ് വിറ്റമിൻസ് ഇല്ലേ. ഇതിൽ ടോക്കോഫറോൾ വൈറ്റമിൻ ഇ ആണ് ടോക്കോഫറോൾ. നെക്സ്റ്റ്, അപ്പോൾ ഉത്തരം എന്താണ് കൊടുത്തത്? നമ്മുടെ പെടാത്ത ചോദ്യം ഉത്തരം ഓപ്ഷൻ എ ആണ്. ഉത്തരം ഓപ്ഷൻ. നെക്സ്റ്റ് ചോദ്യം, മണ്ണ് പരിശോധനയിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നത് മണ്ണിൻ്റെ ഏത് ഗുണം പരിശോധിക്കുവാനാണ്? ഉത്തരം ഓപ്ഷൻ ഡി, മണ്ണിലെ ജൈവാംശം പരിശോധിക്കുന്നതിന്. മണ്ണിലെ ജൈവാംശം പരിശോധിക്കുന്നതിന്. മണ്ണിലെ ജൈവാംശം പരിശോധിക്കുന്നതിന്. അടുത്ത ചോദ്യം, ഒരു വസ്തു എല്ലാ നിറങ്ങളും പ്രതിഫലിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ വസ്തുവിൻ്റെ നിറം എന്തായിരിക്കും? ഉത്തരം ഇതൊന്നുമല്ല, അല്ലേ. എന്തായിരിക്കും? ഇതൊന്നുമല്ല എന്ന ഉത്തരം ഇവിടെ വന്നേക്കുന്നത്. നെക്സ്റ്റ്, നിർമ്മാണ വേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് ആണ് ഏത്? നിർമ്മാണ വേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് ആണ് ഏത്? തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്. തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്, അല്ലേ. തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. ചൂടാകുന്ന അവസ്ഥയിൽ മൃദുവാകും, തണുത്ത് കഴിഞ്ഞാൽ പിന്നെ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന സാധനമാണ് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്. നെക്സ്റ്റ്, വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH മൂല്യം തന്നിരിക്കുന്നു. ഏത് മണ്ണിനാണ് കുമ്മായം ചേർക്കേണ്ടത്? ഏത് മണ്ണിനാണ് കുമ്മായം ചേർക്കേണ്ടത്? ഉത്തരം ഓപ്ഷൻ ഡി, 5. pH 5 മണ്ണിനാണ് നമ്മൾ കുമ്മായം ചേർക്കേണ്ടത്. നെക്സ്റ്റ് ചോദ്യം, സമതല ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ പ്രസ്താവന, വസ്തുവിൻ്റെ അതേ വലുപ്പമാണ് പ്രതിബിംബത്തിന്. ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കും പ്രതിബിംബത്തിലേക്കുമുള്ള ദൂരം തുല്യമായിരിക്കും. പ്രതിബിംബം നിവർന്നതും യഥാർത്ഥവുമായിരിക്കും. ഇവിടെ ഉത്തരം നമുക്ക് എന്ത് പറയാം? ശരി പ്രസ്താവന എന്താണ്? ഉത്തരം ഓപ്ഷൻ സി, 1ഉം 2ഉം മാത്രം ശരിയാണ്. വായിച്ചു നോക്കുമല്ലോ, 1ഉം 2ഉം മാത്രം ശരിയാണ്. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? അതിൻ്റെ ഒന്നാമത്തെ പ്രസ്താവന, ഒരു വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം. ഇത്തരം ക്വസ്റ്റ്യൻസ് ഈ ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് വലിയ ബോർഡ് തോന്നും, പക്ഷേ അതൊക്കെ നമ്മുടെ മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റുന്നതും, അല്ലേ. അവിടെ സ്കോർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എത്താൻ പറ്റൂ. ഒരു വസ്തു ഒരു തുലനസ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതായാണ് ദോലനം. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം. വൃത്താകാര പാതയിലൂടെയുള്ള ചലനമാണ് നേർരേഖാചലനം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2021 ജൂലൈയിൽ ജെഫ് ബോസസ് നടത്തിയ
ബഹിരാകാശ യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത പ്രായം കൂടിയ വ്യക്തി ആരാണ്? ഉത്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്തരം ഓപ്ഷൻ സി വാലി ഫങ്കാണ് അല്ലേ. അന്നത്തെ കറണ്ട് അഫയർ ആണെങ്കിൽ പോലും ഇപ്പോഴും നമുക്ക് ജെഫ് ബോസോസിൻ്റെ കൂടെ യാത്ര ചെയ്ത പ്രായം കൂടിയ വ്യക്തി ആരായിരുന്നു? വാലി ഫങ്ക് ആണെന്നുള്ളത് പഠിച്ചു വെച്ചത്. വാലി ഫങ്ക്. ഓക്കെ, ജെഫ് ബോസോസിൻ്റെ കൂടെ യാത്ര ചെയ്ത ആരായിരുന്നു? വാലി ഫങ്ക് ആയിരുന്നു. അടുത്ത ചോദ്യം, ഗാനിമിഡിൻ്റെ അന്തരീക്ഷത്തിൽ നിരാവിയുടെ തെളിവുകൾ ബഹിരാകാശ ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയുണ്ടായി. ഗാനിമിഡ് ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ്? ഗാനിമിഡ് ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ്? വ്യാഴത്തിൻ്റെ. ഡെങ്കിപ്പനി പരത്തുന്നത് ഏതുതരം കൊതുകാണ്? ഉത്തരം പെണ്ണേഡിസ്. ഓക്കെ, പെണ്ണേഡിസ്. ഏഡീസ് പെൺകൊതുകൾ. ഒറ്റപ്പെട്ടത് ഇവിടെ ആരാണ്? DTP വാക്സിൻ, ഡോട്ട്സ് ക്ഷയം, AB രക്തഗ്രൂപ്പ്, സർവ്വത്രികദാതാവ്, അഡ്രിനാലിൻ ഹോർമോണാണ് അല്ലേ. ഇവിടെ ഒറ്റപ്പെട്ടത് ആരാണ്? ഉത്തരം ഏതാണ്? ഉത്തരം അറിയാം, AB രക്തഗ്രൂപ്പ്, സാർവത്രികദാതാവ് അല്ലേ, അതാണ് ഒറ്റപ്പെട്ടത്. ബാക്കിയൊക്കെ ശരി. DTP വാക്സിൻ എന്നുള്ള ശരിയാണ്. ഡോട്ട്സ് ക്ഷയരോഗത്തിന് കൊടുക്കുന്ന ചികിത്സ ഡോട്ട്സ് ആണ്, നമുക്കറിയാതെ. അഡ്രിനാലിൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹോർമോൺ അല്ലേ, പേടി വരുമ്പോൾ വരുന്ന ഹോർമോൺ അഡ്രിനാലിനാണെന്നറിയാം. ഇവിടെ AB രക്തഗ്രൂപ്പ് ശരിക്കും ആരാണ്? സാർവത്രിക സ്വീകർത്താവാണ് അല്ലേ. ദാതാവ് അപ്പം ആരാണ്? ഓയാണ്. ഓക്കെ, നെക്സ്റ്റ്, മുറിവിൽ നിന്നും അധിക രക്തസ്രാവം ഉണ്ടാകുന്നത് ഏത് പോഷകത്തിൻ്റെ കുറവ് മൂലമാണ്? അറിയാം. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി വൈറ്റമിൻ കെ അല്ലേ. വൈറ്റമിൻ കെ എന്തിനു സഹായിക്കുന്നു? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റമിൻസ് ആണ് വിറ്റമിൻ കെ എന്ന് പറയുന്നത്. അപ്പോൾ കെ ഉണ്ടെങ്കിൽ നമുക്ക്, കെ ഇല്ലെങ്കിൽ രക്തസ്രാവം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ്, ഒരിക്കലും കെയുടെ കുറവുണ്ടാവില്ല. നമ്മുടെ ചെറുകുടലിൽ കെ ഒക്കെ നിർമ്മിക്കപ്പെടുന്നുണ്ട്. ഒരിക്കലും കെയുടെ കുറവോടെ വരാറില്ല. ഏകദേശം നമ്മുടെ ബോഡിയിൽ കുറച്ച് നിർമ്മിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, അത് വലിയ ഡീറ്റെയിൽഡ് ആണ്. അപ്പോൾ നെക്സ്റ്റ്, നാക്കോ ഏത് രോഗവുമായി ബന്ധപ്പെട്ട സംഘടനയാണ്? നാക്കോ ഏത് രോഗവുമായി ബന്ധപ്പെട്ട സംഘടനയാണെന്ന് ചോദിക്കുന്നു. ഉത്തരം ഓപ്ഷൻ ബി എയ്ഡ്സ് ആണ്. ഉത്തരം ഓപ്ഷൻ ബി എയ്ഡ്സ് ആണ്. നാക്കോ എയ്ഡ്സ് എന്ന് വെച്ച് പഠിക്കുക. നാക്കോ എയ്ഡ്സ് ആണ്. ഓക്കെ, എയ്ഡ്സ് ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജലജന്യ രോഗം ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജലജന്യ രോഗം ഏതാണ് അല്ലേ? ഉത്തരം ഓപ്ഷൻ സി കോളറയാണ് അല്ലേ. ജലജന്യ രോഗം കോളറയാണ്. നെക്സ്റ്റ്, കണ്ണിൻ്റെ ഏത് ഭാഗമാണ് മാറ്റിവെക്കാനാവുന്നത് അല്ലേ? കണ്ണ് മൊത്തത്തിൽ മാറ്റിവെക്കുകയല്ല, കണ്ണിൻ്റെ ഏത് ഭാഗം മാറ്റിവെക്കാനാവുന്നത്? ഏത് ഭാഗം മാറ്റിവെക്കാൻ പറ്റും? കണ്ണിൻ്റെ കോർണിയാണ് നമുക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. കണ്ണിൻ്റെ കോർണിയാണ് അല്ലേ, തള്ളിയിരിക്കുന്ന ഭാഗം കോർണിയ. കണ്ണിൻ്റെ കോർണിയാണ് മാറ്റിവെക്കുന്ന ഭാഗം. കണ്ണിൻ്റെ കോർണിയാണ് നമ്മൾ മാറ്റിവെക്കുക. ഉത്തേജക മരുന്നിൻ്റെ സ്ഥിരോപയോഗം കായിക താരങ്ങൾക്ക് ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ഏതാണ്? എന്ത് മാറ്റം ഉണ്ടാക്കുന്നു? ഉത്തരം അവർക്ക് എന്തെല്ലാം എല്ലാ മാറ്റവും, അതായത് മുഖക്കുരു ഉണ്ടാകും, വർദ്ധിച്ച ആക്രമണോത്മാകത ഉണ്ടാകുന്നുണ്ട്, മാനസിക ചാഞ്ചാട്ടം ഉണ്ടാകും അല്ലേ. ഉത്തേജക മരുന്ന് കഴിച്ച് സ്ഥിരമായി കഴിക്കുമ്പോൾ മുഖക്കുരു ഉണ്ടാകാം, വർദ്ധിച്ച ആക്രമണാത്മകം ഉണ്ടാകുന്നു, മാനസിക ചാഞ്ചാട്ടം. ഉത്തരം നമുക്ക് ഓപ്ഷൻ ഡി അല്ല. നെക്സ്റ്റ്, അനിയന്ത്രിത കോശ വളർച്ച ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ്? ഉത്തരം ഏതാണ്? അർബുദം. ഉത്തരം അർബുദമാണ്. അർബുദം മീൻസ് ക്യാൻസർ. നെക്സ്റ്റ്, വിളർച്ച ഏത് ധാതുവിൻ്റെ കുറവുകൊണ്ടുണ്ടാകുന്നു? കുറവുകൊണ്ടുണ്ടാകുന്നു. ഉത്തരം ഏതാണ്? ഉത്തരം ഇരുമ്പാണ്. വിളർച്ച മീൻസ് അനീമിയ അല്ലേ. അനീമിയ ഉണ്ടാകുന്നു. ഇരുമ്പാണ്. ഇരുമ്പെന്ന് പറയുമ്പോൾ എന്താ? ഇരുമ്പിൻ്റെ കൂടെ ആര് വേണം? അവിടെ ഹീമോഗ്ലോബിനും കൂടി ആവശ്യമുണ്ട്. ഹീമോഗ്ലോബിൻ എന്ന് പറയുമ്പോൾ ഹീമോഗ്ലോബിൻ നിർമ്മിക്കണ ആര് വേണം? ഇരുമ്പും കൂടി ആവശ്യമുണ്ട് അല്ലേ. അപ്പോൾ ഹീമോഗ്ലോബിൻ എന്താ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബ്ലഡ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും കൊണ്ടെത്തിക്കുന്ന ആരാണ്? ഹീമോഗ്ലോബിൻ അല്ലേ. എന്ന് പറയുമ്പോൾ ഹീമോഗ്ലോബിൻ പ്ലസ് ഓക്സിജൻ ഹീമോഗ്ലോബിൻ കമ്പൈൻ ചെയ്ത് എങ്ങോട്ട് പോകേണ്ടത്? നമ്മൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തോട്ടും പോകുന്ന അവർ തമ്മിലാണ്. അപ്പം ഇരുമ്പുണ്ടെങ്കിൽ മാത്രമേ പ്രവർത്തനമൊക്കെ നടക്കുകയുള്ളൂ. വളർച്ചയുടെ കാര്യത്തിലും എന്താണ്? ഹീമോഗ്ലോബിൻ ആണ് എന്താ? ബ്ലഡ് അല്ലേ എന്ന് പറഞ്ഞത്. ഇരുമ്പ് വേണമെങ്കിൽ ബ്ലഡ് വേണം. നെക്സ്റ്റ് ചോദ്യം, ഇവിടെ ചോദ്യം എന്താണ്? വിളർച്ച ഏത് ധാതുവിൻ്റെ കുറവുണ്ടാകുന്നു? ഉത്തരം ഇരുമ്പാണ്. ഓക്കെ, കണ്ടക്ട് ചെയ്ത് ഞാൻ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. വിളർച്ച നമുക്ക് ബ്ലഡ് കുറവെന്നുള്ള അവസ്ഥയിൽ. അപ്പം ബ്ലഡ് കുറയണ ബ്ലഡ് എന്താണ്? ചുവന്ന രക്താണുകൾ കാണപ്പെടുന്ന ആ വർണ്ണവസ്തു ബ്ലഡ് പോലെ ചുവപ്പ് നിറം തോന്നിക്കുന്ന ബ്ലഡില്ലേ, RBC അല്ലേ. അപ്പോൾ അവിടെ കാണുന്ന ആരാണ്? ഹീമോഗ്ലോബിനാണ്. അപ്പോൾ ഇരുമ്പ് ഹീമോഗ്ലോബിൻ കണക്ട് ചെയ്യുന്നത് മാത്രം പറഞ്ഞിട്ടുള്ളതേ ഉള്ളൂ. നെക്സ്റ്റ് ചോദ്യം, കേരളത്തിൽ സ്വാന്തന പരിചരണ നയം പാലിയേറ്റീവ് കെയർ പോളിസി ഏത് വർഷം വന്നു? സ്വാന്തന പരിചരണ നയം വന്നതെന്നാണ്? ഉത്തരം ഓപ്ഷൻ ഡി 2008 വന്നതാണ്. 2008. നെക്സ്റ്റ് ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോകമാകെ കുട്ടികളുടെ നിശാന്തതയ്ക്ക് കാരണമായതാണ്? ഉത്തരം ഓപ്ഷൻ എ വൈറ്റമിൻ എയുടെ കുറവ്.
വൈറ്റമിൻ എ കുറയുമ്പോൾ കാഴ്ചയ്ക്കും മങ്ങലുണ്ടാകുന്നു. നെക്സ്റ്റ്, കേരള ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യരംഗത്തെ ത്രിതല സംവിധാനത്തിൽ മൂന്നാമതായി വരുന്ന ആരോഗ്യ സ്ഥാപനം ഏതാണ്? ത്രിതല സംവിധാനത്തിൽ മൂന്നാമതായി വരുന്ന ആരോഗ്യ സ്ഥാപനം, ആരോഗ്യരംഗത്തെ ത്രിതല സംവിധാനത്തിൽ മൂന്നാമത്തെ ഏതാണ്? ഉത്തരം നമുക്ക് എന്ത് പറയാം? ഉത്തരം ഓപ്ഷൻ ബി ആണ്, മെഡിക്കൽ കോളേജ് ആശുപത്രി അല്ലേ, മെഡിക്കൽ കോളേജ്. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ശിശുമരണ നിരക്ക് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ശിശുമരണ നിരക്ക് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണ്? ഉത്തരം കേരളത്തിലാണ്. ഉത്തരം കേരളമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ അടുത്തത് കൂടി ഒരു ക്വസ്റ്റ്യൻ കൂടി അല്ലേ. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ ശരീരഭാര അനുപാതം എത്രയാണ്? ഉത്തരം എത്രയാണ്? അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്, ശരീരഭാര അനുപാതമാണ്. ഓക്കെ, എത്ര വേണം, BMI അനുസരിച്ച് എത്ര വേണം എന്നുള്ള ബേസിക് മെറ്റബോളിക് ഇൻഡെക്സ് അനുസരിച്ചിട്ട് 18.5 മുതൽ 24.9 kg/m² ആണ് വേണ്ടതെന്നാണ്. ഓക്കെ, അത്രയുമാണ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും കാണാം. ഓക്കെ.